പള്ളിയിലേക്കൊരു കുരിശ് രൂപം വാങ്ങിക്കാൻ എറണാകുളത്തുള്ള ബ്രോഡ്വേ പോയി. പല കടകളിലും കയറിയപ്പോൾ അവിടെ ഉറങ്ങുന്ന ജോസഫിൻ്റെ രൂപം കണ്ടു. ചെറുതും വലുതുമായ കുറേ രൂപങ്ങളുണ്ട്. അപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു, ഈ രൂപത്തിന് നല്ല മൂവ്മെൻ്റാണ്, നല്ല മാർക്കറ്റ് ഉണ്ട്, അതുകൊണ്ട് ഇവരൊക്കെ അത് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. 10 വർഷം മുമ്പ് ഉറങ്ങുന്ന ഔസേപ്പിതാവിൻ്റെ രൂപം നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ല. ഫ്രാൻസിസ് പാപ്പയാണ് ഈ രൂപത്തിൽ ഇത്ര പോപ്പുലാരിറ്റി കൊടുക്കുന്നത്. ബുദ്ധിമുട്ടുള്ള നിയോഗങ്ങൾ എഴുതി ഈ രൂപത്തിന് താഴെ വെച്ച് പ്രാർത്ഥിച്ചത് പാപ്പയ്ക്ക് സാധിച്ചു കിട്ടിയെന്ന് പാപ്പ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പല പള്ളികളിലും വീടുകളിലൊക്കെ ഈ രൂപമുണ്ട്. പലരും ഇൻറ്റൻഷൻസ് എഴുതി വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, സാധിച്ചു കിട്ടുന്നുണ്ട്. ഔസേപ്പിതാവിൻ്റെ നിദ്ര സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മൾ. പക്ഷെ അവരൊരു കാര്യം ഓർക്കണം, ഔസേപ്പിതാവിൻ്റെ നിദ്ര അത്ര സുഖകരമായിരുന്നില്ല. ഒരു സുഖനിദ്ര ഔസേപ്പിതാവിനെ കിട്ടിയിട്ടില്ല. ഔസേപ്പിതാവിനൊരു ഡിസ്റ്റർബ്ഡ് സ്ലീപ്പായിരുന്നു. നമ്മളൊരു സ്വപ്നം ഓർത്തിരിക്കുന്നത് നമ്മുടെ ഉറക്കം മുറിച്ച സ്വപ്നങ്ങൾ കാണുന്നതുകൊണ്ടാണ്. പലപ്പോഴും ഞെട്ടി എഴുന്നേൽക്കുന്നപ്പോഴാണ് സ്വപ്നം കണ്ടണ്ട, സ്വപ്നം മുറിഞ്ഞു, അതുകൊണ്ട് നമ്മൾ ആ സ്വപ്നം ഓർത്തിരിക്കുന്നത്. അപ്പോൾ നിറയെ സ്വപ്നങ്ങളുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? അത് ഡിസ്റ്റർബ്ഡ് സ്ലീപ്പാണ്. നമ്മളെല്ലാവരും സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ ആ സ്വപ്നം ഓർത്തിരിക്കുന്നത് അത് ഉറക്കത്തെ മുറിച്ചത് കൊണ്ടാണ്. നമ്മുടെ പേടി, നമ്മുടെ ആകുലത, നമ്മുടെ സന്തോഷം, അതൊക്കെയല്ലേ സ്വപ്നങ്ങളായിട്ട് വരുന്നത്. ഔസേപ്പിതാവിൻ്റെ ലൈഫിൽ നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം നിരന്തരം തൻ്റെ കുഞ്ഞിനെ, തൻ്റെ ഭാര്യയെ സംരക്ഷിക്കേണ്ട ചുമതല തിന്നുകൊണ്ടിരുന്ന മനുഷ്യനാണ്. ഔസേപ്പിതാവിൻ്റെ നിദ്ര മാത്രമല്ല നമ്മൾ സ്വന്തമാക്കേണ്ടത്, അതിനുശേഷമുള്ള ഒരു ഉണർവുണ്ടല്ലോ, അതിനുശേഷമുള്ള പ്രവർത്തനം ഉണ്ടല്ലോ, അതും കൂടി സ്വന്തമാക്കണം.